ഇപ്പം നമ്മുടെ പുഡിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് തണ്ണിമത്തൻ കൊണ്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി ഇത്രയും തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അരിച്ചെടുക്കാം. ഇത് കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റ് നമുക്കിനി വേണ്ട, ഇനി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അഗർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടിട്ട് കൊടുക്കാം. പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും മതിയാവും. സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഈ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കെട്ടാതെ ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് കളർ എടുത്തിട്ടുണ്ട്. ഫുഡ് കളറില്ലേ, അത് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു ഭംഗിയായി, നല്ല റെഡ് കളറായി. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരം നല്ല മധുരമുണ്ട് തണ്ണിമത്തൻ, അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. ഇതൊന്ന് കുറുകി കിട്ടണം. കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടണം. അപ്പം നമുക്ക് ഇത്രയും മതിയാവും. സ്റ്റവ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേപോലൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. ഈ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ട് വരാം തണുത്തതിന് ശേഷം.